എല്ലാവരുടെയും അറിവിലേക്ക് പുതിയൊരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെയും 2 കുഞ്ഞുമക്കളുടെയും കാര്യം. അവർ ദൈവാത്മാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ആ കാലഘട്ടം മുതലേ പൊതുസമൂഹത്തിലെ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ വേദനയും അവർ പങ്കുവച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടെന്നാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഷൈനിക്കും ആ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലർക്കെല്ലാം വളരെ അത്ഭുതകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ, അതായത് അവരുടെ ജീവിതത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതും, അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ സുഖപ്പെടുന്നതായിട്ടും പലവിധ അത്ഭുതങ്ങൾ ഈ 3 ദൈവാത്മാക്കളിലൂടെ വെളിപ്പെടുന്നതായിട്ടും പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഭകളിലെല്ലാം ഒരു പുണ്യവതികളെ പ്രഖ്യാപിക്കുന്നത് പോലും സഭാ നേതൃത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് പലരും പുണ്യവതികളാകുന്നത്. എന്നാൽ ഈ 3 ദൈവാത്മാക്കൾ അവർ മരണപ്പെട്ട് ദൈവത്തിരുമുൻപിൽ എത്തപ്പെട്ടതോടുകൂടി തന്നെ അവർ പുണ്യവതികളായി അല്ലെങ്കിൽ ദൈവാത്മാക്കളായി ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്നതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നമ്മുടെ പൊതു സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവാത്മാക്കളെ ഈ ഭൂമിയിൽ നിന്നും നിർബന്ധപൂർവം വലിച്ചു പറിച്ചു കളഞ്ഞ നരാധപന്മാരിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഒരു ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ചെത്തിയ ഒരു സാത്താൻ്റെ പുരോഹിതനായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വേദനയോടുകൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തരം സാത്താൻ്റെ പരീക്ഷണങ്ങൾ ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് നമുക്കെല്ലാം ബൈബിളിലൂടെ തന്നെ വെളിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ പോലും യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്, സാത്താനെ നീ എന്നിൽ നിന്നും അകന്നു പോകുവിൻ എന്ന ഒരൊറ്റ വാക്കിൽ തന്നെ ആ സാത്താനെ അകറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തീയ സഭകളിൽ ഇടയ്ക്കെല്ലാം ഉണ്ടാവാറുണ്ട്. ഇത്തരം സാത്താൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും പലപ്പോഴും ക്രിസ്തീയ സഭകളിൽ ഉണ്ടാവാറുണ്ട്. അവരെല്ലാം ക്രിസ്തീയ ദൈവവിശ്വാസം തകർക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഇത്തരം വെള്ളയടിച്ച കുഴിമാടങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയടിച്ച കുഴിമാടങ്ങളെ നിങ്ങൾ അകറ്റി നിർത്തുക. അതിന് ക്രിസ്തീയ സഭാ നേതൃത്വങ്ങൾ എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ട് ക്രിസ്തീയ സഭകളിൽ ദൈവിക ചൈതന്യം നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യവും ഉണ്ടാകണം. ഇത്തരം സാത്താൻ പുരോഹിതന്മാരെ ക്രിസ്തീയ സഭകളുടെ പൗരോഹിത്യത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തീയ പുരോഹിത വേഷം അവർക്കൊരു മറയാക്കാൻ ഉള്ള അവസരം നൽകാതിരിക്കുക. അവരെ ക്രിസ്തീയ സഭ പൗരോഹിത്യ വേഷത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തീയ സഭയുടെ പൗരോഹിത്യ കർമ്മങ്ങളിൽ നിന്നും അത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തീയ സഭകളിൽ ദൈവിക ചൈതന്യം നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യവും ഉണ്ടാക്കുക. ഇത്തരം സാത്താൻ പുരോഹിതന്മാർ, പ്രത്യേകിച്ച് ആ ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ഈ ഭൂമിയിൽ നിന്നും പറിച്ചെറിയുവാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച ആ സാത്താൻ പുരോഹിതൻ ആ നിമിഷം മുതൽ എപ്പോഴെങ്കിലും എല്ലാ ക്രിസ്തീയ പുരോഹിതന്മാരും പറയുന്ന ഒരു ഭാഷയുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന്. ഇനി മുതൽ അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം മുതൽ ഈ സാത്താൻ പുരോഹിതൻ അങ്ങനെ ഒരു വാചകം ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെയോ മനുഷ്യക്കൂട്ടങ്ങളുടെയോ മേൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പിശാചിൻ്റെയും സാത്താൻ്റെയും യൂദാസിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവരും പ്രത്യേകം തിരിച്ചറിയുക. അത്തരം സാത്താൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ ദൈവവിശ്വാസികളും ഒഴിവായി നിൽക്കുക. എല്ലാവർക്കും നന്ദി.